നമസ്കാരം. കേരളത്തിൽ തന്നെ നടുക്കിയ പനമ്പള്ളി നഗറിൽ നടുറോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുട്ടിയുടെ മരണത്തിന് കാരണമായത് തലയോട്ടിക്കുണ്ടായ പരിക്കാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കീഴ്ത്താടിക്കും പരിക്കുണ്ട്. കുട്ടിയെ പുറത്തേക്ക് എറിഞ്ഞപ്പോൾ സംഭവിച്ചതാണോ ഈ പരിക്കെന്ന് ഇനി അറിയേണ്ടതുണ്ട്. ഫ്ളാറ്റിൽ വെച്ച് കൊലപ്പെടുത്താനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അതിനാൽ സംഭവം വിശദമായി തന്നെ പരിശോധിക്കുകയാണ് പോലീസ്. കുഞ്ഞിന്റെ ശരീരത്തിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കുഞ്ഞിന്റെ അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തുകയും ചെയ്തു. ആരോഗ്യപരമായി യുവതി ക്ഷീണാവസ്ഥയിലാണ്. മാനസിക പ്രശ്നങ്ങളുമുണ്ട്. ആരോഗ്യം വീണ്ടെടുത്ത ശേഷം വ്യക്തമായി മൊഴിയെടുക്കും. സുഹൃത്തായ തൃശൂർ സ്വദേശിയിൽ നിന്നാണ് താൻ ഗർഭം ധരിച്ചതെന്നാണ് യുവതിയുടെ മൊഴി. ഇൻസ്റ്റഗ്രാമിലും മറ്റും ഡാൻസ് വീഡിയോ റീൽ ഇടുന്ന സ്വഭാവം ഈ യുവതിക്കുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലാണ് തൃശ്ശൂരുകാരനുമായി പരിചയപ്പെട്ടത്. ഏറെക്കാലം യുവതി ബംഗളൂരുവിൽ പഠിച്ചിരുന്നു. 3 മാസം മുമ്പ് പഠനം നിർത്തി കൊച്ചിയിലെത്തി. അച്ഛൻ്റേത് കർശന സ്വഭാവമായിരുന്നു. ഇത് കാരണമാണ് ആരും അറിയാതെ ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചതെന്നാണ് യുവതിയുടെ മൊഴി. ഇക്കാര്യമൊന്നും ആരോടും പറഞ്ഞിരുന്നില്ലെന്നാണ് യുവതി വെളിപ്പെടുത്തിയത്. തൃശ്ശൂരിലെ യുവാവും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ബലപ്രയോഗത്തിലൂടെയുള്ള ലൈംഗിക ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ബലാത്സംഗ കുറ്റം ചുമത്താൻ കഴിയൂ. കുട്ടിയെ കൊന്നതിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണെങ്കിൽ റേപ്പ് കേസ് ഉണ്ടാകില്ല. ഇതെല്ലാം വിശദമായ മൊഴിയിലൂടെ മാത്രമേ ഉറപ്പിക്കാനാകൂ. കൊച്ചി സെൻട്രൽ ACP P രാജ്കുമാറിനാണ് അന്വേഷണ ചുമതല. എല്ലാ വശങ്ങളിലേക്കും അതുകൊണ്ട് തന്നെ അന്വേഷണം പോകും. നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ 23-കാരി കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ജനിച്ച് 3 മണിക്കൂറിനുള്ളിൽ സമീപത്തെ ഫ്ളാറ്റിലെ താമസക്കാരിയായ അമ്മ കുഞ്ഞിനെ നടുറോഡിലേക്ക് എറിയുകയായിരുന്നുവെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. യുവതി ബലാത്സംഗത്തിന് ഇരയായെന്ന സംശയം അന്വേഷിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മകൾ ഗർഭിണിയാണെന്ന വിവരം മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നുവെന്നാണ് നിഗമനം. പ്രസവം നടന്നത് പുലർച്ചെയായിരുന്നു എന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത്. പ്രസവം നടന്ന 3 മണിക്കൂറിന് ശേഷം കുഞ്ഞിനെ പുറത്തേക്ക് എറിയുകയായിരുന്നു. പെട്ടെന്നുണ്ടായ പരിഭ്രാന്തിയിലാണ് കുഞ്ഞിനെ പുറത്തേക്ക് എറിഞ്ഞതെന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയത്. കുട്ടി ചാപിളയായിരുന്നു, ജീവനുണ്ടായിരുന്നുവെന്ന് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. യുവതിയെ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. പ്രസവത്തിന് ശേഷം രക്തസ്രാവം ഉണ്ടായതുകൊണ്ട് ശരീരത്തിൽ നിന്ന് യുവതിക്ക് രക്തം നഷ്ടമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ നിരീക്ഷണവും ചികിത്സയും ആവശ്യമാണ്. രാവിലെ 8:15-നാണ് കൊറിയർ കവറിൽ പൊതിഞ്ഞ നിലയിൽ ചോരക്കുഞ്ഞിന്റെ മൃതദേഹം പനമ്പള്ളി നഗറിലെ വിദ്യാനഗറിലുള്ള റോഡിൽ കണ്ടെത്തിയത്. തുടർന്ന് CCTV പരിശോധിച്ചപ്പോഴാണ് 7:37 കുഞ്ഞിന്റെ മൃതദേഹം താഴേക്ക് എറിഞ്ഞിരിക്കുന്നത് വ്യക്തമായത്. കുഞ്ഞിനെ എറിഞ്ഞത് താനാണെന്നും മാതാപിതാക്കൾക്ക് ഇക്കാര്യത്തിൽ ബന്ധമില്ലെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നേരത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായിരിക്കാമെന്നും പോലീസ് സംശയിച്ചിരുന്നു. കുഞ്ഞിന്റെ മൃതദേഹത്തിൽ ചുറ്റിയിരുന്ന ഒരു ചുരിദാറിന്റെ കഷ്ണമാണ് ഇങ്ങനെ സംശയിക്കാൻ കാരണമായത്. 15 വർഷമായി ഈ ഫ്ളാറ്റിലെ സ്ഥിരതാമസക്കാരാണ് യുവതിയും മാതാപിതാക്കളും. കുഞ്ഞിനെ താഴേക്കെറിഞ്ഞ് ആമസോൺ കവറിൽ ഉണ്ടായിരുന്ന അഡ്രസ്സ് പരിശോധിച്ചാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. അതേസമയം ചോരക്കുഞ്ഞിന്റെ പൊക്കിൾ കൂടി മുറിച്ച ശേഷം ആമസോൺ കവറിലേക്ക് പൊതിഞ്ഞ ആ യുവതിക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഫ്ളാറ്റിന് തൊട്ടടുത്ത മാലിന്യ കൂമ്പാരത്തിലേക്ക് അത് തള്ളുക. ഇതിലൂടെ ആരും ഒന്നും അറിയാതെ എല്ലാം അവസാനിക്കുമെന്നും കരുതി. എന്നാൽ ആ മാലിന്യ കൂമ്പാരത്തിലേക്ക് പാക്കറ്റ് ചെന്ന് വീഴുന്ന ശക്തി ആ എയറിന് ഉണ്ടായിരുന്നില്ല. പ്രസവശേഷമുള്ള ആരോഗ്യ പ്രശ്നവും മാനസിക സമ്മർദ്ദവുമെല്ലാം ആ ലക്ഷ്യം തെറ്റിച്ചു. അങ്ങനെ ആ പൊതി റോഡിൽ വീണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുശേഷം പുറത്തു വന്നത് കേരളം കേട്ടിട്ടില്ലാത്ത ഞെട്ടിക്കുന്ന സംഭവങ്ങളായിരുന്നു. കൊച്ചിയിൽ കോളേജുകളിൽ ഒന്നിൽ മാസ്റ്റേഴ്സിൽ പഠനത്തിലായിരുന്നു യുവതി. ബംഗളൂരുവിലടക്കം പഠിച്ചിട്ടുണ്ട്. ഈ യുവതി പീഡനത്തിന് ഇരയായെന്നാണ് പോലീസ് പറയുന്നത്. അവിവാഹിത ആയതുകൊണ്ട് തന്നെ ഇതിന് സാധ്യത ഏറെയാണ്. ഈ കാര്യങ്ങളൊന്നും യുവതിയുടെ എറണാകുളം സ്വദേശിയായ അച്ഛനും അമ്മയും അറിഞ്ഞിരുന്നില്ലെന്നതും വസ്തുതയാണ്. യുവതിയുടെ കൂട്ടുകാരികളെ പോലീസ് മൊഴിയെടുക്കാൻ വിളിപ്പിക്കും. ഇവരിൽ ചിലരുമായി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ യുവതി ആശയവിനിമയം നടത്തിയിരുന്നു. യുവതിയുടെ ഫോണിൽ നിന്നും നിർണായക വിവരങ്ങൾ കിട്ടുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കുട്ടിയെ കൊന്നുകളയാനുള്ള പ്രേരണ ആരിൽ നിന്നാണ് കിട്ടിയതെന്നും പരിശോധിക്കും.